നരബലി എന്ന് പറയുന്ന ആ ബലിക്ക് വേണ്ടി പലരും തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരാളെ പിടിച്ചു കെട്ടി മയക്കി കൊണ്ടുവന്ന് വെട്ടി കൊലപ്പെടുത്തിയിട്ട് ഈ ബലി കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരാളെ അതിൻ്റെ അകത്തിട്ട് മൂടി അയാൾ പോലും അറിയാതെ അയാളെ കൊന്നിട്ട് ഒരു ബലിയാക്കി മൂടുന്ന ഒരു രീതികളും ഉണ്ടായിരുന്നു. നിരന്തരമായി ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിൻ്റെ ആയുസിന് കുറവ് സംഭവിക്കും. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ 200-300 വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങൾ പലതുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് കളയുന്ന സമയത്ത് ആ രാമന് വേണ്ടി അവിടെ സ്വയം ആത്മാഹുതി ചെയ്ത സന്യാസിമാരും ഉണ്ട്, കർഷകരും ഉണ്ട്. വീര ആരാധന അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ഹിന്ദു ജനത അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള സാധകന്മാർ ഇവിടെ ഇല്ലാതെയായി. മുഗളന്മാരോ മറ്റ് ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും തങ്ങൾ ഇഷ്ടദേവനെയും ഇഷ്ടക്ഷേത്രവും ഒക്കെ ആക്രമിക്കുമ്പോൾ സ്വന്തം ജീവനും കൊണ്ട് തിരിഞ്ഞോടി പോകുന്ന ഭക്തന്മാരായിട്ട് മാറി നമ്മളാൾക്കാർ. നരബലി, ജ്യോതിഷവും നരബലിയും പൂജയും. ബാക്കിലേക്ക് സ്വാഗതം. എന്താണ് നരബലി? നരബലി കൊടുക്കേണ്ടതിന് ആവശ്യകതയുണ്ടോ? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ഈ ജ്യോതിഷപരമായ കൺസൾട്ടേഷന് പോകുന്ന സമയങ്ങളിൽ പൂജയും കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു ദൈവജ്ഞനാണെങ്കിൽ, സ്വാഭാവികമായിട്ടും പരിഹാരമായിട്ട് പൂജ നിർദ്ദേശിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും നരബലിക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോഴും നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്നുണ്ട്, ചില കാവുകളിലും ചില ഭാഗങ്ങളിലും നരബലിയുടെ പ്രാധാന്യം. ഒന്ന് വിവരിക്കാമോ? നരബലി എന്ന് പറയുന്ന ആ ബലിക്ക് വേണ്ടി പലരും തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരാളെ പിടിച്ചു കെട്ടി മയക്കി കൊണ്ടുവന്ന് വെട്ടി കൊലപ്പെടുത്തിയിട്ട് അത് മന്ത്രവാദത്തിന്റെ ഭാഗമായ നരബലിയാണെന്ന് പറയുമ്പോൾ അത് ഈ താന്ത്രിക അല്ലെങ്കിൽ മാന്ത്രിക വിദ്യയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നരബലി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ ആ മൂർത്തിയിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറായി വരുന്ന സാധകർ, ഇപ്പം നമ്മൾ സമാധിയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് തയ്യാറായിട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായിരുന്നു സ്വയം ബലിയായി മാറുക എന്ന് പറയുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു ബലിവസ്തുവായി മനുഷ്യനെ കണ്ടിട്ട് ബലി കൊടുക്കുന്ന സമ്പ്രദായത്തിൽ മൃഗബലി പോലെ തന്നെ നരബലിയും പിന്നീട് കാലഘട്ടങ്ങളിൽ ഉണ്ടായതായിട്ട് കാണാറുണ്ട്. കേരളത്തിൻ്റെ ചില വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമ്മുടെ പണ്ട് ഈ ഡാമുകൾ പണിയുന്ന സമയത്തും അതുപോലെ തന്നെ ഈ മട, അതായത് ഈ നമ്മുടെ വയലും അതുപോലെ പുഴയും തമ്മിൽ വേർതിരിക്കുന്ന ശക്തമായിട്ടുള്ള നീരൊഴുക്കുള്ള ഭാഗങ്ങളിൽ മട കെട്ടുന്ന സമയത്തൊക്കെ ഈ ബലി കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരാളെ അതിൻ്റെ അകത്തിട്ട് മൂടി അയാൾ പോലും അറിയാതെ അയാളെ കൊന്നിട്ട് ഒരു ബലിയാക്കി മൂടുന്ന ഒരു രീതികളും ഉണ്ടായിരുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രാണനെ കൂടി അതിലേക്ക് ലയിപ്പിച്ച് ആ പ്രാണനെ അതിൻ്റെ ഒരു ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് പോയാൽ ഒരാൾക്ക് ഒരു കർമ്മം ചെയ്യുമ്പോൾ അയാൾ ഒരു കർമ്മം മാത്രമാണ് അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. നിരന്തരമായി ഒരു കർമ്മം ചെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിൻ്റെ ആയുസിന് കുറവ് സംഭവിക്കും. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ 200-300 വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങൾ പലതുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഒരു വ്യക്തി അയാളുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടാണ് ആ ഒരു സൃഷ്ടിയെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ട് അത് കാലാതീതമായി നിലനിന്ന് പോകാറുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു തൊഴിൽ പോലെ സൃഷ്ടിക്കപ്പെട്ടത് അനേകമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആയുസ് മനുഷ്യായുസ് പോലെ തന്നെ കുറവാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു 30ാമത്തെ വയസ്സിലാണ് ഒരു കാര്യം നടക്കുന്നത് നിൽക്കുക. അപ്പോൾ അയാൾക്ക് ആകെയുള്ള ആയുസ് 70 വയസ്സാണ്. അപ്പോൾ അയാൾ സൃഷ്ടിച്ചിട്ട് ആ വസ്തുവിന് നിൽക്കുന്നത് മിക്കവാറും 40 വർഷമായിരിക്കും ആ വസ്തുവിന് ആയുസ് ഉണ്ടാകുക. കാരണം അയാളുടെ വയസ്സ് മാന്ത്രികത്തിലും അങ്ങനെയാണ്. ഒരു മന്ത്രവാദി ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മന്ത്രവാദിയുടെ ആയുസോടും മാത്രമേ മാന്ത്രികർമ്മത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. ആ മന്ത്രവാദി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മന്ത്രമൂർത്തി തിരിഞ്ഞു പോവുകയും ചെയ്യും. ആ മന്ത്രക വസ്തുവിനോ ശക്തി കുറഞ്ഞു പോകും. അപ്പോൾ കാലാതീതമായി നിൽക്കുന്ന കാലാനുവർത്തികളായിട്ടുള്ള പല സാധനങ്ങൾക്കും ഇതുപോലെയുള്ള ബലി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് റീസെൻ്റായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാവുന്ന ഒന്നാണ്. ഇപ്പം നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ച് കളയുന്ന സമയത്ത് ആ രാമന് വേണ്ടി അവിടെ സ്വയം ആത്മാഹുതി ചെയ്ത സന്യാസിമാരും ഉണ്ട്, കർഷകരും ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ പ്രാണന്റെ ശക്തിയാണ് അവിടെ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അദൃശ്യമായി സഹായിച്ചിട്ടുള്ള ഒരു ശക്തി. അവിടെ രാമൻ്റെ ശക്തിയോടൊപ്പം തന്നെ രാമനിലേക്ക് ലയിച്ചു ചേർന്നിട്ടുള്ള രാമഭക്തരായിട്ടുള്ള സാധകരായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള അവരുടെ
ആ ആത്മാഹുതിയുടെ ശക്തി കൂടി അവിടെ അങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ആത്മാഹുതിയുടെ സൃഷ്ടി കൂടെ അതാണ് അതിന് ആ രാമജന്മഭൂമിക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു തീർപ്പ് കൽപ്പിക്കപ്പെടാനും ആ വിവാദപരമായ വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി അത് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലുള്ളൊരു ഫോർമുല കൊണ്ടുവന്ന് രാമക്ഷേത്രം ഉയരാനൊക്കെ സാധിച്ചത് ആ സൃഷ്ടിക്ക് സഹായകരമായിട്ടുള്ള ആത്മാഹുതി കൊണ്ട് തന്നെ. അതിനെ നമുക്കൊരു ബലിയായിട്ട് പറയാം. അത് ആരും നിർബന്ധിക്കപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു ബലിയല്ല. രാമനിലേക്ക് എൻ്റെ പ്രാണനെ ലയിപ്പിക്കുന്നതിന് വേണ്ടി ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മകുടത്തിന് കീഴിൽ പോയി ധ്യാനനിരതനായി ആ മകുടം താഴേക്ക് പോയിരിക്കുന്ന സമയത്ത് വന്ന് തൻ്റെ ദേഹത്തേക്ക് അതിനെ സ്വീകരിച്ച പ്രാണനെ അതിൽ നിന്ന് വിട്ട് അത് ആ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് രാമനിലേക്ക് ലയിച്ചു ചേർന്ന അത്ര സന്യാസി ശ്രേഷ്ഠന്മാരുടെ ജീവത്യാഗം കൂടിയാണ് പലപ്പോഴും അത്. ഭാരതം എന്ന് പറയുന്ന ആ ഒരു ദേശം എന്തെല്ലാം പ്രതിസന്ധികൾ അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടും ഭാരതത്തിന് ഇന്നും കാലാധിപത്യമായി നിലനിന്ന് പോകാനുള്ള ആ ഒരു കാരണം ഈ ഭാരതം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകമായ ദേശഭക്തരുടെ ജീവത്യാഗം തന്നെ ഒരു സൂക്ഷ്മദർശിനിയായി ഒരു സൂക്ഷ്മ ശക്തിയായി ഭാരതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭാരതം ഇന്നും അഖണ്ഡമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വിദേശിയും അതുപോലെ തന്നെ ആഭ്യന്തരവുമായിട്ടുള്ള ഒരുപാട് ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു വിളക്കവും നട്ടാതെ അധാർമികമായ ഒരു തലത്തിലേക്കും നമ്മുടെ ഭരണവ്യവസ്ഥയും ഭരണാധികാരികളും പോകാതെ അതിനെ നേർനയിക്കുന്ന ഒരു ജീവശക്തി അല്ലെങ്കിൽ ആ പ്രാണശക്തി എന്ന് പറയുന്നത് ഈ ഭാരതം എന്ന് പറയുന്ന സൃഷ്ടിക്ക് വേണ്ടി സങ്കല്പം ചെയ്ത ഒരുപാട് അനേകം ആളുകളുടെ ത്യാഗപൂർണമായ ജീവത്യാഗവും അവരുടെ സങ്കല്പവും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനും സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ശക്തി ആ ബലി തന്നെയാണ്. അതും ഒരു ആത്മത്യാഗം ബലിയാണ്. പിന്നീട് കടന്നു വന്നപ്പോൾ നമുക്കറിയാം മുല്ലപ്പെരിയാർ പോലെയുള്ള ഇടുക്കി ഡാം പോലെയുള്ള ഒരുപാട് ഡാമുകൾ നിർമ്മിച്ചപ്പോഴും അവിടെ ആ ഡാമെന്ന് പറയുന്ന പൂർണ്ണമായ സങ്കല്പത്തിന് വേണ്ടിയിട്ട് അവിടെയും പല ജീവത്യാഗങ്ങൾ അത് ഈ ബലിയായിട്ട് തന്നെ പറയാം. അത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ തൊഴിലാളി അറിയാതെ ചില ആളുകൾ അങ്ങനെ ഒരു ബലി അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ബലിയുടെ ആത്മസാന്നിധ്യം അല്ലെങ്കിൽ ആ ജീവത്യാന്ത്യമാണ് ഇന്നും അതിനൊന്ന് അചഞ്ചലമായി നിലനിന്ന് പോകുന്നത്. കുട്ടനാട്ടിലൊക്കെ പലപ്പോഴും മടയൊക്കെ വയ്ക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് തൊഴിലാളികളെ ആയിട്ടുള്ള ആളുകളെയും മടയിൽ കൊണ്ടുവന്ന് ഇടും എന്നറിയാം. അതെന്താന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കല്പം അയാളിൽ പൂർണ്ണമായി നിലനിൽക്കുന്ന സമയത്താണ് ഇവിടെ ബലി നടക്കുന്നത്. പിന്നീട് മറ്റൊന്നിലേക്കുള്ള ഇയാളുടെ സങ്കല്പം കടന്നു പോകുന്നില്ല, കാരണം അതിൽ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അയാളുടെ സങ്കല്പം പ്രാണരൂപത്തിൽ അവിടെ തന്നെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ സങ്കല്പം വ്യതിചലിച്ച് മറ്റൊരു സങ്കല്പത്തിന് വേണ്ടി പോകാത്തത് കൊണ്ട് ഇത് എന്നും നിലനിന്ന് പോകും എന്നൊരു ശാസ്ത്രം കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ബലികൾ ചെയ്യുന്നത്. ഇന്ന് അത് മാറിയിട്ട് പിന്നീട് അത് മൃഗബലി ആയിട്ട് മാറുക ചെയ്തത്. അപ്പോൾ ഒരു പ്രാണനെ ആ പൂജയുടെ ഭാഗമാക്കി മാറ്റി. ജീവിക്ക് അത്രയും സങ്കല്പം ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ പോലും ആ ജീവിയെ അവിടെ കൊണ്ടുവന്ന് ഒരു പൂജയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പ്രാണനെ ആ ദേവനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ആ സാധകൻ തൻ്റെ പ്രാണൻ തന്നെയാണ് എന്ന് കരുതി ഈ ജീവിയെ ആ ജീവനെ ഈ ഇതിലേക്ക് ലയിപ്പിച്ച് ഒരു പൂർണ്ണമായ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മൃഗബലി ചെയ്യുന്നുണ്ട്. ഇന്ന് അതും വിട്ടുമാറിയിട്ട് ഇന്നതിന് പകരം കുമ്പളങ്ങായും ഒക്കെ മുറിച്ചിട്ടുള്ള കർമ്മങ്ങളിലേക്ക് പോയി. പക്ഷേ ഈ ജീവനെ തന്നെ ജീവനുള്ള വസ്തു ആ വസ്തു പൂർണ്ണ ആരോഗ്യമായിരിക്കണം. അത് സ്ത്രീ ലിംഗത്തിൽപ്പെട്ടതാകാൻ പാടില്ല, പുരുഷൻ തന്നെ ആയിരിക്കണം, ആരോഗ്യവാനായിരിക്കണം, മറ്റു രോഗങ്ങളൊന്നും പാടില്ല. അതായത് മനുഷ്യന്റെ മൃഗങ്ങൾ ബലി കൊടുക്കുന്നല്ല പറഞ്ഞ ജീവിയെ. ആടായാലും ശരി പെണ്ണാടാകാൻ പാടില്ല, കോഴിയാണെങ്കിൽ പെടക്കോഴിയാകാൻ പാടില്ല, പോത്ത് ആകണം, എരുമയാകാൻ പാടില്ല. അത് പൂർണ്ണ ആരോഗ്യ ആയിട്ടുള്ളതായിരിക്കണം. അതിന് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പൂർണ്ണതയുടെ സങ്കല്പത്തിലാണ് ഈ ബലി എന്ന് പറയുന്ന ദേവനിലേക്ക് ലയിപ്പിച്ച് തൻ്റെ കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു പൂർണ്ണമായ ജീവത്യാഗം അവിടെ ചെയ്യുന്നത്. അതിൻ്റെ അപരിഷ്കൃത ഭാവമാണ് പലപ്പോഴും ഈ മനുഷ്യ ബലി, നരബലി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വന്നത്. അതായത് ഇപ്പം നന്ദകുമാർജി പറഞ്ഞ പോലെ ഈ പറയുന്ന ബലി ഒരു സങ്കല്പം ചെയ്തതിന് ശേഷം ഒരു ജീവത്യാഗം കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റിസൾട്ട് ഭയങ്കര വലുതാണെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഈ റിസൾട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർക്ക് ഇത് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാകുക. അത് പൂർണ്ണമായിട്ടും ഈ ലീഗലി കറക്റ്റ് അല്ല അല്ലെങ്കിൽ അത് ഇല്ലീഗൽ ആണ് എന്ന് മനസ്സിലായതോടുകൂടിയും ഒരു ബാൻ വന്നതോടുകൂടിയും ആൾക്കാർ നേരെ മൃഗബലിയിലേക്ക് വന്നു.
മൃഗബലി ഇപ്പോൾ നേരെ കുരുതിയിലേക്ക് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ 3 ബലിയുടെയും റിസൾട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയായിരിക്കും? നമുക്ക് ഒരിക്കലും ഈ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് നിയമപരമായിട്ട് ഈ ജീവത്യാഗം. അങ്ങനെ ത്യാഗം ചെയ്തിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട്, ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ കൊട്ടിച്ചാത്തന വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ വന്ന് ഇരുത്തിയിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നവരെയും ഇരിക്കാൻ ഈ ദേവനെ കൊണ്ട് സമ്മതം ചെയ്തിട്ട് ഇയാൾ പോയി ജീവത്യാഗം ചെയ്തു. ഇയാൾ തിരിച്ചു വന്നാൽ മാത്രമേ ദേവന് പോകാൻ പാടുള്ളൂ. അപ്പോൾ ജീവൻ അയാൾ അവൻ്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയും ഈ ഭഗവാൻ ഇവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇയാൾ ചെയ്തൊരു ജീവത്യാഗമാണ് അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അയാൾ സ്വയം പോയിട്ട് കുളിക്കാൻ പോയ സ്ഥലത്ത് അയാൾ ജീവത്യാഗം ചെയ്ത് ഇയാൾ വരുന്നത് വരെ അവിടെ ഇരിക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ട് ഇയാളിന് ഒരിക്കലും തിരിച്ചും വരില്ല, ദേവൻ അവിടെ നിന്ന് പോകാനും പറ്റത്തില്ല എന്ന രീതിയിലാണ് പലപ്പോഴും അങ്ങനെയുള്ള മൃഗബലിയും സമ്പ്രദായങ്ങളും. സ്വയം ജീവത്യാഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്വയം ചെയ്യുന്നവരാണത്. അപ്പോൾ സതി പോലെ തന്നെ സ്വയം ജീവത്യാഗം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഏതോ ദുർമന്ത്രവാദ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളോ കേട്ടതിന് ശേഷം ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് മയക്കി അവരെ ബലി കൊടുക്കുന്നത് നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഭാരതത്തിന്റെ ചില ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട്, വിധിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യബലി ഗുരുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത്തരം ഗുരുതിക്കോ ബലിക്കോ ഒന്നും പൂർണ്ണത കിട്ടില്ല. കാരണം ഈ വന്നിരിക്കുന്ന ആൾക്ക് ഈ കർമ്മവുമായി ഒരു ബന്ധവുമില്ല. ഒരു സങ്കല്പം ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അയാളുടെ ബലി എന്ന് പറയുന്നത് കൊലപാതകമായിട്ട് തന്നെ മാറുവാണ്. അങ്ങനെ ഒരു ബലി അവിടെ കൊടുത്തത് കൊണ്ട് കാര്യമില്ല. പിന്നെ മൃഗബലി, ഈ മൃഗബലി നിരോധനം എന്ന് പറയുന്നത് ശാക്തേയ കർമ്മത്തിൽ അത്യന്താപേക്ഷിതവും അത് മാറ്റിവെക്കപ്പെടാൻ പറ്റാത്തതും ഒന്നാണ് ഈ മൃഗബലി എന്ന് പറയുന്നത്. ആ മൃഗബലി നടത്തിക്കൊണ്ടിരുന്ന സാധന ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഗോത്ര സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഭാരതത്തിൽ. ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുമായി ആയുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഈ ഗോത്രക്കാരുടെ അവരുടെ യുദ്ധ നൈപുണ്യവും ശക്തിയും എന്താണെന്ന് അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള സാധനകൾ ചെയ്യുന്നവരാണെന്നും ഇവർക്ക് ഈ സാധനാ വൈഭവവും ശക്തിയും ഉണ്ട്, അവരുടെ സാധനയുടെ ആ നിഗൂഢ തലങ്ങളെക്കുറിച്ച് ഇവർക്ക് പഠിക്കാൻ സമയത്ത് ഇവർ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ബലിയോട് കൂടിയുള്ള സ്വയം ആത്മത്യാഗം ചെയ്യാനായിട്ടുള്ള ശക്തിയുള്ള, അതായത് ഒരു സങ്കല്പത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറാകുന്ന തരത്തിലുള്ള സാധകന്മാരെയാണ് അവർ കണ്ടത്. അവരുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപാസനാമൂർത്തിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ പറ്റുന്ന സാധകരെ കണ്ടപ്പോൾ അവരുടെ സാധനാ വൈഭവത്തിൻ്റെയും ശക്തിയുടെയും അടിസ്ഥാനം ഇത്തരത്തിലുള്ള നിഗൂഢ വിദ്യകളാണെന്നും അതിന് പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്നത് മൃഗബലിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ സാധകരുടെ ഇത്രയും വൈഭവത്തെ ശക്തിയെ കുറയ്ക്കാൻ വേണ്ടി അവർ നിയമപരമായി തന്നെ ഇത്തരം മൃഗബലി അവർ നിരോധിച്ചു. ആ നിരോധിക്കപ്പെട്ടതോടുകൂടി തന്നെ അത്തരം വീര ആരാധന അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ഹിന്ദു ജനത അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള സാധകന്മാർ ഇവിടെ ഇല്ലാതെയായി. പകരം അമ്പലങ്ങൾ ആക്രമിക്കുമ്പോൾ തന്നെ ദേവനെ ആക്രമിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരായാലും അല്ലെങ്കിൽ വൈദേശികരായിട്ടുള്ള മുഗളന്മാരോ മറ്റ് ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും തങ്ങളുടെ ഇഷ്ടദേവനെയും ഇഷ്ടക്ഷേത്രവും ഒക്കെ ആക്രമിക്കുമ്പോൾ സ്വന്തം ജീവനും കൊണ്ട് തിരിഞ്ഞോടി പോകുന്ന ഭക്തന്മാരായിട്ട് മാറി നമ്മളാൾക്കാർ. അപ്പോൾ ആ വീരാരാധന നഷ്ടപ്പെട്ടു പോവുകയും വൈദിക സമ്പ്രദായത്തിൻ്റെയും ബുദ്ധ സമ്പ്രദായത്തിൻ്റെ ഒക്കെ വരവോടുകൂടി ഈ അഹിംസാ സിദ്ധാന്തത്തിന് പ്രാമുഖ്യം വരികയും ചെയ്തതോടുകൂടിയാണ് ഈ ഇവരുടെ ഇടയിലുള്ള വീരാരാധന ഇല്ലാതെയാകരുത്. അങ്ങനെ പലപ്പോഴും നമ്മളുടെ ആ വൈഭവം അല്ലെങ്കിൽ ആ വീര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തത്. അപ്പോൾ അത് പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്ക് ശേഷം വന്ന നമ്മുടെ ഈ സെക്യുലറിസ്റ്റ് ഭരണാധികാരികളും അവർ ഇതേ പാത തന്നെ പിന്തുടരുകയും ഈ മൃഗബലി എന്ന് പറയുന്നത് അശാസ്ത്രീയമാവും അന്ധവിശ്വാസ ജടിലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം സമ്പ്രദായങ്ങളെ നിയമപരമായി തന്നെ എതിർക്കുകയും ചെയ്തു. ഇതിനെ ഇവിടുത്തെ മറ്റ് താന്ത്രിക ബൗദ്ധ വിഭാഗങ്ങൾ ജൈന വിഭാഗങ്ങൾ എല്ലാവരും തന്നെ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും നമ്മൾ ഈ പറയുന്ന നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് ഇത്തരമൊരു സമ്പ്രദായത്തെ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ശാക്തേയം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇവിടെ ഇല്ലാതെയായത്. അപ്പോൾ ഒരു ശാക്തേയന് അല്ലെങ്കിൽ ഒരു കൗളന് തൻ്റെ കർമ്മം പൂർണ്ണമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബലി കൊടുത്തു തന്നെ മതിയാകും. അതിന് പകരമായിട്ട് കുമ്പളങ്ങയോ ഗുരുതിയോ കൊടുത്തത് കൊണ്ടൊന്നും തന്നെ തൻ്റെ ആ ഒരു സങ്കല്പം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. തോമർജി വളരെ കറക്റ്റാണ്. ഈ ശാക്തേയ കർമ്മപ്രകാരവും കൗളാചാരപ്രകാരവും ഇതുപോലെ നരബലികൾ ഒത്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നരബലിയും മൃഗബലിയും ഉണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി സങ്കല്പങ്ങൾ പൂർണ്ണമായിട്ടും ഗുരുതിയിലേക്കോ വേറെയുള്ള എന്ത് വിശ്വാസപ്രകാരം മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം.